എപ്പോഴും റംബുട്ടാന് പൂക്കളുണ്ടായിട്ട് ആ പൂക്കളാണ് ആദ്യമേ ഒത്തിരി കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പൂക്കളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ലോണം കൊലയായിട്ട് തന്നെ പൂക്കുന്നതാണ് റംബുട്ടാൻ. അതിലെല്ലാത്തിനും പോളിനേഷൻ നടക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ പോളിനേഷൻ നടക്കാത്ത പൂക്കളും അത് പിടിച്ചുണ്ടാകുന്ന ചെറിയ കായകളായിരിക്കുമ്പോൾ അവരെല്ലാം ഒത്തിരി അധികം പൊഴിഞ്ഞു പോകും. പിന്നെ ഇതുപോലെ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് കൊണ്ടും വളത്തിൻ്റെ കുറവ് കൊണ്ടും ഒക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൃത്യമായിട്ട് വളം കൊടുക്കുകയും കുമ്മായം കൊടുക്കുകയും ഇതുപോലെ മൈക്രോന്യൂട്രിയൻസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം ഇതിന് കാര്യമായ കൊഴിഞ്ഞു പോകലൊന്നും ഉണ്ടായില്ല. പിന്നെ കാറ്റടിച്ചത് കിടന്ന് ആടിയാലുണ്ടല്ലോ കൊഴിഞ്ഞു പോകും. നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ മഴയും ഭയങ്കര കാറ്റിലായിരുന്നു. ഒരു 2 ആഴ്ച മുന്നേ ഒക്കെ വന്നിരിക്കുന്ന ഒരു മഴയെന്ന് പറയുന്നത് ന്യൂനമർദ്ദം 2 എങ്ങാണ്ട് ബംഗാൾ ഉൾക്കടലുണ്ടായിട്ടാണെന്ന് പറഞ്ഞ് ഒരാഴ്ച തുടർച്ചയായിട്ട് മഴ പെയ്തു. ആ മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ ഇത് കിടന്ന് ആടിയിട്ട് കുറച്ചൊക്കെ കായ്കളൊക്കെ പൊഴിഞ്ഞു പോകും. അതിനിപ്പം നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ മാത്രം പോയതേ ഉള്ളൂ. ബാക്കി ഏകദേശം എല്ലാം തന്നെയുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഈ കറുത്ത് വരുന്നത് എന്നാണെന്നറിയോ? ആ പോളിനേഷൻ നടക്കാത്ത കായകൾ, അത് വലുതാകത്തില്ല, ഇങ്ങനെ കറുത്ത് കൊഴിഞ്ഞു പോകും.